Hello guys, welcome back again to Unlearn Academy. I am Akhil. You are watching Premiere Pro Tutorials. ഈ എപ്പിസോഡിൽ നമുക്കൊരു പുതിയ പ്രോജക്റ്റ് പ്രീമിയർ പ്രോയിൽ സ്റ്റാർട്ട് ചെയ്യാം. അതിലേക്ക് എങ്ങനെ ഫൂട്ടേജ് ഇമ്പോർട്ട് ചെയ്യുന്നത് നോക്കാം. പിന്നീട് ടൈം ലൈൻ മാനേജ്മെന്റ് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രീമിയർ പ്രോയിലേക്ക് എങ്ങനെ ഒരു ഫൂട്ടേജ് ഇമ്പോർട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അതിനായി ആദ്യം പ്രീമിയർ പ്രോയിൽ ഒരു പ്രോജക്റ്റ് ഫയൽ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഫൂട്ടേജുകൾ പ്രീമിയർ പ്രോയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് ആ ഫൂട്ടേജുകൾ ഏത് രീതിയിൽ എഡിറ്റ് ചെയ്യപ്പെടണം എന്നുള്ള ഒരു പ്ലാനോട് കൂടി തന്നെ ആയിരിക്കും. അതിനായി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് പ്രീമിയർ പ്രോയിൽ ഉള്ള വർക്ക് സ്പേസുകളാണ്. എല്ലാ വീഡിയോയും ഒരുപോലെ ആയിരിക്കില്ല എഡിറ്റ് ചെയ്യപ്പെടേണ്ടത്. ഹൊറിസോണ്ടലായും വെർട്ടിക്കലായും പിന്നീട് പല രീതിയിലുള്ള ഫ്രെയിമുകളായും നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യപ്പെടേണ്ടി വരും. അതുപോലെ തന്നെ ആ ഫൂട്ടേജിന്റെ കളറിങ്ങും ഓഡിയോയും മറ്റെല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നേക്കാം. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് പ്രീമിയർ പ്രോയിലുള്ള വർക്ക് സ്പേസുകളാണ്. സോ ഈ വർക്ക് സ്പേസുകൾ നമ്മളൊന്ന് പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് വീഡിയോ എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാമെന്ന് നോക്കാം. പ്രീമിയർ പ്രോയിൽ പല രീതിയിലുള്ള ഇമ്പോർട്ടിംഗ് മെത്തേഡ് ഉണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റ് ഫയലിലേക്കാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ടത്. അതിനായി റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഇമ്പോർട്ട് എന്ന ഓപ്ഷനിലൂടെ ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. അഥവാ ഒരു ഫയലും പ്രൊജക്റ്റ് ഫയലിലേക്ക് ഇമ്പോർട്ട് ചെയ്യാതിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഇമ്പോർട്ട് മീഡിയ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫയൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഓപ്ഷനിലേക്ക് കയറി പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രൊജക്റ്റ് ഫയലിൻ്റെ ഭാഗത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്തും ഇമ്പോർട്ട് എന്ന ഭാഗത്തേക്ക് കയറി പോകുന്നതായിരിക്കും. അതുപോലെ Ctrl+I എന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്ന സമയത്ത് ഇമ്പോർട്ട് എന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് വരുന്നതായിരിക്കും. ഇതേപോലെ തന്നെ ടോപ്പിലുള്ള ഫയൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്തും അതിനകത്ത് ഇമ്പോർട്ട് എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ രീതിയിലെല്ലാം പ്രീമിയർ പ്രോയിലേക്ക് നമുക്ക് ഫൂട്ടേജും മറ്റു ഫയലുകളും ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഫയലുകളെ ഡയറക്റ്റ്ലി ഡ്രാഗ് ചെയ്ത് പ്രൊജക്റ്റ് ഫയലിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഫയലുകൾ ഇമ്പോർട്ട് ചെയ്ത് നമ്മൾ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫയലുകൾ എത്രത്തോളം കൺജസ്റ്റഡ് അല്ലാതെ കിടക്കുന്നുവോ അത്രത്തോളം നമുക്ക് വർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ബിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വേണം ഫയലുകളെ സോർട്ട് ചെയ്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. അതിനായി പ്രൊജക്റ്റ് ഫയലിന് താഴെ കാണുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ബിൻ ക്രിയേറ്റ് ചെയ്യുക, അതിന് പേര് നൽകുക. അതിനുശേഷം ആ ബിൻ ഓപ്പൺ ചെയ്ത് അതിനകത്തേക്ക് ഫൂട്ടേജ് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയല്ലാതെ ഇമ്പോർട്ട് ചെയ്യപ്പെടേണ്ട ഫൂട്ടേജുകളെല്ലാം കമ്പ്യൂട്ടറിനകത്ത് ഫൂട്ടേജ് എന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള പേര് നൽകിപ്പെട്ടിരിക്കുന്ന ഫോൾഡറിനകത്ത് സേവ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഫോൾഡർ മുഴുവനായും പ്രീമിയർ പ്രോയിലേക്ക് ഇമ്പോർട്ട് ചെയ്യപ്പെടണം എന്നാണ് ആവശ്യമെങ്കിൽ പ്രൊജക്റ്റ് ഫയലിന്റെ ഭാഗത്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത ശേഷം ഇമ്പോർട്ട് ചെയ്യേണ്ട ഫോൾഡറെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇമ്പോർട്ട് ഫോൾഡർ എന്ന ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ ഫോൾഡർ മുഴുവനായും പ്രീമിയർ പ്രോയുടെ പ്രൊജക്റ്റ് ഫയലിലേക്ക് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ്. ഇനി നമുക്കെങ്ങനെ ഫൂട്ടേജുകൾ ടൈം ലൈനിലേക്ക് ഇമ്പോർട്ട് ചെയ്യാമെന്ന് നോക്കാം. ടൈം ലൈനിലേക്ക് ഫൂട്ടേജുകൾ ഇമ്പോർട്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ പ്രീമിയർ പ്രോയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത ഫൂട്ടേജുകൾ ഏത് പ്ലാറ്റ്ഫോമിലേക്കാണ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിനനുസരിച്ച് ഏത് രീതിയിൽ എഡിറ്റ് ചെയ്യപ്പെടണം എന്നതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ കാണും. സോ അതിനായി നമുക്ക് ആദ്യം അതിനാവശ്യമായ ഒരു സീക്വൻസ് ക്രിയേറ്റ് ചെയ്യണം. ഇനി എന്താണ് സീക്വൻസ്? നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്ന വീഡിയോ ഏത് റെസൊല്യൂഷനിൽ, ഏത് ഫ്രെയിം റേറ്റിൽ, ഏത് കളർ സ്പേസിൽ എഡിറ്റ് ചെയ്യപ്പെടണമെന്നും എക്സ്പോർട്ട് ചെയ്യപ്പെടണമെന്നും തീരുമാനിക്കുന്ന ഭാഗമാണ് സീക്വൻസ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ സപ്പോർട്ടഡ് ആയിട്ടുള്ള വീഡിയോ റെസൊല്യൂഷനെ കുറിച്ചും വീഡിയോ ബിറ്റ് റേറ്റിനെ കുറിച്ചും വീഡിയോ ഫ്രെയിം റേറ്റിനെ കുറിച്ചും നമുക്ക് അറിവുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചുള്ള സീക്വൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പൊതുവെ എല്ലാവരും കാണാൻ സാധ്യതയുള്ള വീഡിയോ റേഷ്യോ ആണ് 16:9 അല്ലെങ്കിൽ 9:16. ഹൊറിസോണ്ടലായും വെർട്ടിക്കലുമായുള്ള വീഡിയോയുടെ ഫോർമാറ്റാണിത്. സോ അത്തരത്തിലുള്ള ഒരു സീക്വൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി പ്രൊജക്റ്റ് ഫയലിന് താഴെ കാണുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം സീക്വൻസ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലൊരു വിൻഡോ ഓപ്പൺ ചെയ്ത് വരുന്നതായിരിക്കും. ഇതിനകത്ത് പൊതുവെ നമ്മൾ കാണുന്ന മീഡിയ പ്ലാറ്റ്ഫോമുകളിലുള്ള വീഡിയോ റെസൊല്യൂഷൻ റേഷ്യോയിലുള്ള പ്രീസെറ്റുകൾ ഓൾറെഡി സേവ് ചെയ്യപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതിനകത്ത് നമ്മൾ പൊതുവെ കാണുന്ന
ഇൻസ്റ്റഗ്രാം റീൽസ് ടൈപ്പും യൂട്യൂബിനകത്തുള്ള ഷോർട്സ് ടൈപ്പും യൂട്യൂബിനകത്തുള്ള ഹൊറിസോണ്ടൽ വീഡിയോയുടെയും റെസൊല്യൂഷനിലുള്ള വർക്ക് ഏരിയകൾ കാണാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യാൻ പോകുന്ന വീഡിയോ 1920 1080p റെസൊല്യൂഷനിൽ 25 ഫ്രെയിംസിലാണ്. സോ ഞാൻ ആ റെസൊല്യൂഷനിലുള്ള വർക്ക് ഏരിയയാണ് സെലക്ട് ചെയ്യുന്നത്. സോ ആ സീക്വൻസ് ഞാൻ സെലക്ട് ചെയ്തു. ദെൻ പ്രീമിയർ പ്രോ പ്രൊജക്റ്റ് ഫയലിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫൂട്ടേജുകളുടെ റെസൊല്യൂഷനും ഫ്രെയിം റേറ്റും നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സീക്വൻസുമായി മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കണം. പ്രീമിയർ പ്രോ പ്രൊജക്റ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സീക്വൻസുമായി മാച്ച് ഇല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമ്മൾ ഫൂട്ടേജിനെ ടൈം ലൈനിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് സീക്വൻസും ഫൂട്ടേജും മാച്ച് ആവുന്നില്ല എന്നൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭാഗത്ത് 2 ഓപ്ഷനായിരിക്കും നമുക്ക് വിസിബിളായി കാണുക. ഫൂട്ടേജിൻ്റെ റെസൊല്യൂഷനെയും ഫ്രെയിം റേറ്റിനെയും മാച്ച് ചെയ്യുന്ന രീതിയിൽ സീക്വൻസിൻ്റെ സെറ്റിങ്സിനെ മാറ്റുക, അല്ലെങ്കിൽ സീക്വൻസിൻ്റെ സെറ്റിങ്സിനെ അങ്ങനെ ഹോൾഡ് ചെയ്ത് ഫൂട്ടേജിനെ സീക്വൻസിൻ്റെ സെറ്റിങ്സിലേക്ക് മാറ്റുക. നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രൊജക്റ്റ് യൂട്യൂബിലെ ഹൊറിസോണ്ടൽ വീഡിയോ ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. സോ ഇപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അതേ സീക്വൻസിൽ തന്നെ സെറ്റിങ്സ് ഹോൾഡ് ചെയ്യണം. ഇത്തരത്തിൽ സീക്വൻസ് മാറ്റാതെ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് ഹൈ റെസൊല്യൂഷനിലുള്ള മറ്റ് ഫൂട്ടേജുകളെ ഈ സീക്വൻസിൻ്റെ സെറ്റിങ്സിലേക്ക് മാറ്റുന്നതിനായി റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഫിൽ ടു ഫ്രെയിം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഇതിനകത്ത് സ്കെയിൽ ടു ഫ്രെയിം, ഫിറ്റ് ടു ഫ്രെയിം, ഫിൽ ടു ഫ്രെയിം എന്നിങ്ങനെ 3 തരത്തിലുള്ള ഓപ്ഷൻ കാണുന്നതായിരിക്കും. ഫ്രെയിമിൻ്റെ 4 വശങ്ങളെയും കവർ ചെയ്ത് വരുന്ന രീതിയിൽ വീഡിയോയെ എക്സ്പാൻഡ് ചെയ്യാൻ ഫിൽ ടു ഫ്രെയിം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ഞാൻ ആ ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. സോ ഈ ഓപ്ഷൻ എനേബിൾ ചെയ്തതോടുകൂടി വീഡിയോ ഫ്രെയിം സൈസിലേക്ക് എക്സ്പാൻഡ് ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. സോ ടൈം ലൈൻ നമ്മുടെ കയ്യിൽ ഒതുങ്ങി കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ടൂൾസ് എന്താണെന്ന് പഠിക്കാം, അതിനുവേണ്ടിയുള്ള ഷോർട്ട് കീസ് എന്താണെന്ന് പഠിക്കാം. സോ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഗുഡ് ബൈ.